സംസ്ഥാന മന്ത്രിസഭയിൽ ആരൊക്കെയെന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. ഇന്ന് ചേർന്ന UDF യോഗത്തിൽ തീരുമാനമായില്ല. മന്ത്രിമാരുടെ കാര്യത്തിലും എണ്ണത്തിലും നാളെ പ്രഖ്യാപനം. വകുപ്പുകളുടെ കാര്യത്തിലും തീരുമാനമായില്ല. നാളെ വീണ്ടും UDF യോഗം. എല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ക്ഷണം. കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് സൂചന. VD സതീശൻ വീട്ടിലെത്തി രമേശ് ചെന്നിത്തലയെ കണ്ടു. ചെന്നിത്തല തന്റെ നേതാവെന്ന് സതീശൻ. മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയെന്നും ഉപാധികളില്ലെന്നും ചെന്നിത്തല. തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് ചെന്നിത്തലയെ കണ്ട ശേഷം ദീപാദാസ് മുൻഷി. KC വേണുഗോപാൽ, തിരുവനന്തപുരത്ത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്നും മുൻ സർക്കാരിന്റെ പദ്ധതികൾ നിർത്തില്ലെന്നും സതീശൻ. സർക്കാരിന്റെ ശൈലിമാറ്റം പ്രഖ്യാപിച്ച് VD സതീശൻ. ആർഭാടങ്ങൾ പരമാവധി ഒഴിവാക്കും. യാത്രയിൽ പൈലറ്റും എസ്കോർട്ടും മാത്രം മതിയെന്ന് പോലീസിന് നിർദ്ദേശം. ഏറ്റവും കുറച്ച് വാഹനങ്ങൾ, ഏറ്റവും കുറവെന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്നതിന് താഴെ മിനിമം അത്രേ പാടുള്ളൂ. അത് ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ ഇതിനു മുമ്പ് പോയവരെ ഒന്നും പരിഹസിക്കൊന്നുമല്ല, അതൊന്നുമല്ല. അവർക്കൊക്കെ എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ആവശ്യമില്ല. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 4,14,290 വിദ്യാർത്ഥികൾ. വിജയശതമാനത്തിൽ പെൺകുട്ടികൾ മുന്നിൽ. NEET UG പരീക്ഷയിൽ നിർണായക പരിഷ്കാരം. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. NEET പുനഃപരീക്ഷ ജൂൺ 21-ന്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്ത് ഇന്ധനവില കൂട്ടി. ഡീസലിനും പെട്രോളിനും 3 രൂപയുടെ വർധന. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിൽ. യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെ മോദിയെ വരവേറ്റ് നേരിട്ടെത്തി സ്വീകരിച്ച് പ്രസിഡന്റ്.